നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഏകദേശം ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇനി ഇലക്ട്രിസിറ്റി ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോൺ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി ജസ്റ്റ് ഫോൺ പേയുടെ ഹോം പേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതാണോ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡ് അത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ ജസ്റ്റ് KSEB എന്ന് പറഞ്ഞ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ KSEB എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആകെപ്പാടെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ കൺസ്യൂമർ നമ്പറാണ്. അപ്പോൾ കൺസ്യൂമർ നമ്പർ എവിടെ നിന്ന് നമുക്ക് കിട്ടും? നമ്മുടെ കറണ്ട് ബില്ലിലെ ഒരു 13 അക്കമുള്ള ഒരു കൺസ്യൂമർ നമ്പറുണ്ട്. അതാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു എക്സാമ്പിളായിട്ടൊരു സാമ്പിൾ കറണ്ട് ബില്ല് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ C# എന്ന് പറഞ്ഞൊരു 13 അക്കമുള്ള ഒരു നമ്പർ നിങ്ങളുടെ കറണ്ട് ബില്ലിലുണ്ടാകും. ആ ഒരു നമ്പറാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഇത് മാത്രം മതി. ഇത് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേര്, ആരുടെ പേരിലാണോ കണക്ഷൻ അയാളുടെ പേര്, അതുപോലെ തന്നെ ബിൽ ഡേറ്റ് എന്നാണോ ഡ്യൂ ഡേറ്റ് വരുന്നത് അത് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. എത്ര എമൗണ്ടാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് എന്നും കാണാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ബില്ലിലെ പ്രൈസും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തെളിഞ്ഞു വന്ന പ്രൈസും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടും ഒരേപോലെയാണോ നോക്കുക. ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ പേയുടെ പിൻ നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് സിമ്പിളായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ആരെയും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും സ്വന്തമായിട്ട് നിങ്ങൾ പഠിച്ച്, സ്വന്തമായിട്ട് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. സ്വന്തമായിട്ട് കേപ്പബിലിറ്റിയോട് കൂടി സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. ഒരു തവണ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസമായിട്ട് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.